എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂൺ 1, 2 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് LP UP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ടാലന്റ് LP UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഒറ്റ ഓഡിയോ ആണ്, ദെൻ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്ടുകളും ഒക്കെ തന്നെ ഈ ഒരു റാങ്ക് ഫയലിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com എന്നിവ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 3 ഓഡിയോ ആണ്. ഈ പുസ്തകം നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് അടുത്തിടെ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ്? അപ്പോൾ എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ നേട്ടങ്ങൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതായത് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആര് എന്നുള്ളതാണ്. അത് നിലൻ A. ശ്രീജിത്ത്. ആരാണ്? നിലൻ A. ശ്രീജിത്ത് ആണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഓൾറെഡി തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പല പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന വ്യക്തികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാനം ഒഴിയുന്നുണ്ട് അല്ലെ? അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാനം ഒഴിയുകയാണ്. അതായത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്ന K. മധു എന്ത് ചെയ്തിരിക്കുന്നു? രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്ന ആരാണ്? K. മധു രാജിവെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഒരാൾ രാജിവെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഉടനെ തന്നെ പുതിയ അപ്ഡേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും അല്ലെ? കാരണം ഇതിനു മുൻപ് എന്താണ് റസൂൽ പൂക്കുടി രാജിവെച്ച കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്ത് നിന്ന് സാൻ രാജിവെച്ച കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ആരാണ്? സച്ചിദാനന്ദൻ രാജിവെച്ച കാര്യം പറഞ്ഞു അല്ലെ? ഇങ്ങനെ ഒരുപാട് പേര് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പുതിയ ആൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഇനി അങ്ങോട്ട് എന്താണ്? കുട്ടികളുടെ കാലമാണ് അല്ലെ? അതായത് ജൂൺ 1 എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ സ്കൂൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ 2026 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഗാനം രചിച്ചത് ആരാണ്? അപ്പോൾ 2026 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഗാനം രചിച്ചത് ആരാണ്? എല്ലാ വർഷവും ഒരു പ്രവേശനോത്സവ ഗാനം ഉണ്ടാവും. സോ 2026 പ്രവേശനോത്സവ ഗാനം രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഫീഖ് അഹമ്മദ് ആണ്. ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം സ്കൂളുകളിൽ എന്ത് ചൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സൈബർ സുരക്ഷാ പ്രതിജ്ഞ അല്ലെ? ഈ വർഷം പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുത്തിരുന്നു. ഇനി അതുപോലെ തന്നെ 2026 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് പട്ടത്ത് വെച്ചാണ്. സോ അതും കൂടെ ഓർക്കുക, മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം സുപ്രീം കോടതി വിധികളും അല്ലെങ്കിൽ മറ്റ് ഹൈക്കോടതിയിലെ വിധികളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ PSC ചോദിക്കാറുണ്ട്. സോ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ കേസുകളിൽ വിധി പറയാൻ വൈകുന്നത് ഒഴിവാക്കുന്നതിനായിട്ട് പരമാവധി 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആരാണ്? സൂര്യകാന്ത്. അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ്. നമ്മുടെ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയ ആരാണ്? സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് ഉത്തരവിട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ കേസുകളിൽ വിധി പറയാൻ വൈകുന്നത് ഒഴിവാക്കാനായിട്ട് എത്ര ദിവസത്തിനകമാണ്? 3 മാസം. പരമാവധി 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? വിധി പറയണമെന്നാണ്. ദെൻ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ അന്ന് തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ വിധി പറയണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അല്ലാത്ത കേസുകളിൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണം. ഇനി അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലാണെങ്കിൽ എത്ര ദിവസം? അന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം വിധി പറയണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചാറ്റ് ബോട്ടിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് സമാധാൻ ദീദി. എന്താണ്? സമാധാൻ ദീദി എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ചാറ്റ് ബോട്ട്, എന്തിനു വേണ്ടിയാണ് ഈ ചാറ്റ് ബോട്ട് നമുക്ക് നോക്കാം. അതായത് പൊതുജനങ്ങൾക്ക് പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര ഭരണ പരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പ് ഭാഷിണിയും സംയുക്തമായിട്ട് അടുത്തിടെ പുറത്തിറക്കിയ AI അധിഷ്ഠിത എന്താണ് വോയിസ് ചാറ്റ് ബോട്ട് ഏതാണ്? അതിന്റെ പേരാണ് ഈ പറഞ്ഞ സമാധാൻ ദീദി. എന്താണ്? സമാധാൻ ദീദി.
തീയതി. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റും ആരാണ് അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നാണ് ഇത് പുറത്തിറക്കിയത്. ആരൊക്കെ ചേർന്നാണ്? കേന്ദ്ര ഭരണ പരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പും അതിനൊപ്പം ഭാഷിണിയും ചേർന്ന് പുറത്തിറക്കിയ ഒരു വോയിസ് ചാറ്റ് ബോട്ടാണ് സമാധാൻ ദീദി. എന്തിനു വേണ്ടിയിട്ടാ? പൊതുജനങ്ങൾക്ക് പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാനായിട്ട്. അതായത് കുറച്ചും കൂടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അവരവരുടെ ഭാഷകളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പരാതികൾ എന്ത് ചെയ്യാൻ പറ്റും? സമർപ്പിക്കാനായിട്ട് പറ്റും. സോ അത്തരത്തിൽ അവരവരുടെ ഭാഷകളിൽ തന്നെ പരാതികൾ സമർപ്പിക്കാനായിട്ട് സോ കുറച്ചും കൂടെ എന്ത് ചെയ്യുക? എളുപ്പം ഫയൽ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്ക് എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ പറ്റുമല്ലോ. സോ അത്തരത്തിൽ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സമാധാൻ ദീദി എന്ന് പറയുന്ന ഈ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കാര്യമായിട്ട് ഓർത്തേക്കണേ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് അടുത്തിടെ ബബേസിയ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദേശീയോദ്യാനം ഏതാണ്? എന്താണ് അടുത്തിടെ ബബേസിയ രോഗം? അതായത് കുറച്ചുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നമ്മുടെ എന്താണ് ഗിർ ദേശീയോദ്യാനം എല്ലാവർക്കും അറിയാലോ. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറച്ച് സിംഹ കുഞ്ഞുങ്ങൾ അടുത്തിടെ മരണപ്പെട്ടിരുന്നു. അപ്പൊ അതിന് കാരണം ഈ പറയുന്ന ബബേസിയ എന്ന് പറയുന്ന രോഗമാണ് എന്നൊരു സംശയമുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ ബബേസിയ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഗിർ ദേശീയോദ്യാനമാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ദെൻ രക്തകോശങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ബബേസിയ. ദെൻ ഇത് ടിക്ക് എന്ന് പറയുന്ന ഒരു എന്താണ് സൂക്ഷ്മജീവി വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പകരുന്നത്. സോ അതും കൂടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു AI സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് കുറച്ചും കൂടെ നമ്മൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ അതിന്റെ പേരെന്ന് പറയുന്നത് സിവിറ്റ് ടിൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യമേ ഓർത്ത് വെച്ചേക്കുക. സിവിറ്റ് ടിൻ എന്ന് പറയുന്ന ഒരു AI സംവിധാനം. നമുക്കിനി അതിലേക്ക് വരാം. എന്താണ് ഈ ഒരു സിവിറ്റ് ടിൻ എന്ന് പറയുന്ന AI സംവിധാനം? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ AI അടിസ്ഥാനമായിട്ടുള്ള കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച ഏതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞേ? ഇന്ത്യയിലെ ആദ്യത്തെ AI അടിസ്ഥാനമാക്കിയിട്ടുള്ള കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? അത് ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ഇനി അതിന്റെ പേരാണ് ഈ പറഞ്ഞ സിവിറ്റ് ടിൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ ഒരു പേര് ഓർത്ത് വെച്ചേക്കുക. സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സിവിറ്റ് ടിൻ എന്ന് പറയുന്ന സംവിധാനം AI സംവിധാനം ആരംഭിച്ച കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയണം? ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. അതായത് എന്താണ്? ഇതൊരു കെട്ടിടാനുമതി സംവിധാനമാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI അടിസ്ഥാനമാക്കിയിട്ടുള്ള കെട്ടിടാനുമതി സംവിധാനമാണ്. അപ്പൊ അതും കൂടെ ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ലൈംഗിക ചൂഷണത്തിനായുള്ള മനുഷ്യക്കടത്ത് തടയാനും ഇരകളാക്കപ്പെടുന്നവരുടെ പുനരധിവാസത്തിനും എന്ത് ചെയ്തിരിക്കുന്നു? സുപ്രീം കോടതി ഒരു മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നു. എന്താണ്? സുപ്രീം കോടതി ഒരു മാർഗരേഖ പുറത്തിറക്കിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ചൂഷണത്തിനായുള്ള മനുഷ്യക്കടത്ത് തടയുന്നതിനും അതുപോലെ തന്നെ അതിൽ ഇരകളാക്കപ്പെടുന്നവരുടെ പുനരധിവാസത്തിനും വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഒരു മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ദെൻ ഇത്തരത്തിലൊരു മാർഗരേഖ പുറത്തിറക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 2004 പ്രജ്വല എന്ന് പറയുന്ന ഒരു സംഘടന നൽകിയ ഹർജിയാണ് കേട്ടോ. പ്രജ്വല എന്ന് പറയുന്ന സംഘടന നൽകിയ ഒരു ഹർജിയെ തുടർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വിധി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാർഗരേഖ പുറത്തിറക്കാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ദെൻ നമുക്ക് അവിടെ അറിയാം ഈ പ്രജ്വല എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് സുനിത കൃഷ്ണ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ നേതൃത്വത്തിലൊക്കെ ആരംഭിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രജ്വല എന്ന് പറയുന്നത്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദ് ആണ് അല്ലെ. ഹൈദരാബാദ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഇതിനു മുൻപ് സുനിത കൃഷ്ണയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏത് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു? MB വീരേന്ദ്രകുമാർ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് നമ്മൾ ചർച്ച ചെയ്തതാണ്. 2026 MB വീരേന്ദ്രകുമാർ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് കിട്ടിയ സുനിത കൃഷ്ണയ്ക്കാണ്. അതേ സുനിത കൃഷ്ണ തന്നെയാണ് ഈ പ്രജ്വല എന്ന് പറയുന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇനി സുനിത കൃഷ്ണയ്ക്ക് 2016 പത്മശ്രീ കിട്ടിയ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ. നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സുനിത കൃഷ്ണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയായിട്ടുള്ള പ്രജ്വല, അതായത് മനുഷ്യക്കടത്തിനും അതുപോലെ തന്നെ ലൈംഗിക ചൂഷണത്തിനും എതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള പ്രജ്വല എന്ന് പറയുന്ന സംഘടന 2004 സമർപ്പിച്ച ഒരു ഹർജിയുടെ ബേസിസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത്തരത്തിലൊരു മാർഗരേഖ പുറത്തിറക്കാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. സോ അതുകൂടെ ഓർത്തേക്കണേ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരാണ്? മത്സരം കണ്ട ഓരോരുത്തർക്കും അറിയാം, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് 19ാമത് എഡിഷൻ ആയിരുന്നു. IPL-ന്റെ എത്രാമത്തെ? 19ാമത് എഡിഷൻ ആയിരുന്നു. 2026 19ാമത് എഡിഷൻ അല്ലേ. അപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് കിരീടം നേടിയത്. ക്യാപ്റ്റൻ രജത് പടിദാർ ആണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാന്നുള്ളതാണ്. കാരണം ഇത് അവരുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ കിരീടം
കിരീടമാണ്. കാരണം ഓരോ RCB കാരനുമാണ് ഈ പറയുന്ന കാര്യം കുറച്ചുകൂടെ കണക്ട് ആവുക അല്ലെ. കിരീടങ്ങളില്ലാത്ത കാത്തിരിപ്പുകൾ അല്ലെ, ഇത്ര വർഷത്തോളം കാത്തിരുന്ന ഒരു IPL ടീം. കാര്യം ബാക്കി ടീമുകൾ കിരീടം നേടാത്ത പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോലുള്ള ടീമുകൾ ഉണ്ട്, IPL ഉണ്ട്, ആയിക്കോട്ടെ. പക്ഷേ റോയൽ ചലഞ്ചേഴ്സിന്റെ ആരാധകരൊക്കെ കാത്തിരുന്നത് പോലെ ഒരു കാത്തിരിപ്പ് അല്ലെ. അപ്പോൾ ഒരു കിരീടം നേടേണ്ട പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് പോലും നേടാൻ കഴിയാത്തവരാണ്. സോ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾക്കുള്ള റിസൾട്ട് വരും എന്നുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് RCB. അപ്പോൾ തുടർച്ചയായുള്ള രണ്ടാമത്തെ കിരീടം അവർ നേടിയിരിക്കുന്നു. ഇതോടുകൂടി ഒരു വലിയ നേട്ടത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ശേഷം തുടർച്ചയായിട്ട് 2 കിരീടങ്ങൾ നേടുന്ന ടീമായിട്ട് ആര് മാറി? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാറിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി ഈ ഒരു കലാശ പോരാട്ടത്തിൽ ഇവർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അത് ഗുജറാത്ത് ടൈറ്റൻസ് കേട്ടോ. അപ്പോൾ റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചേക്കാം കേട്ടോ. അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ദെൻ ഫൈനലിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ് ആണ്. സോ നമ്മൾ പറഞ്ഞു ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ക്യാപ്റ്റൻ രജത് പടിദാർ, അവരുടെ രണ്ടാമത്തെ കിരീടം, തുടർച്ചയായ രണ്ടാമത്തെ കിരീടം. ഇനി അതിനുശേഷം പറഞ്ഞു റണ്ണറപ്പ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്, അവരുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. ഇനി ടൈറ്റൻസിന്റെ മൂന്നാമത്തെ ഫൈനൽ ആയിരുന്നു കേട്ടോ. 2022 അവർ ആദ്യം ഫൈനലിൽ വന്നു, കിരീടവും നേടി. ദെൻ 2023 അവർ ഫൈനലിൽ വന്നു, പക്ഷേ പരാജയപ്പെട്ടു. ദെൻ അതിനുശേഷം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? 2026 ഫൈനലിൽ വന്നിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുകയാണ്. സോ എന്തോ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു IPL ടൂർണമെന്റ് ആണ്. സോ നമ്മളൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ചർച്ച ചെയ്യുമ്പോൾ അതിലെ ബേസിക് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഫൈനലിലെ താരം ആരായിരുന്നു? എന്താണ് ഫൈനലിലെ താരം ആരായിരുന്നു? വിരാട് കോഹ്ലിയാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ താരമാണ്, കൃത്യമായിട്ട് പഠിച്ചേക്കുക. ദെൻ ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശി. ആരാണ് ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത്? വൈഭവ് സൂര്യവംശിയാണ്, രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IPL-ലെ വിസ്മയമാണ് ഈ ഒരു 15 വയസ്സുകാരൻ എന്ന് പറയുന്നത് അല്ലെ. കാരണം അദ്ദേഹം ഈ ഒരു സീസണിൽ നേടിയ ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഈ ഒരു സീസൺ എന്നല്ല, അദ്ദേഹം പൊതുവെ റെക്കോർഡുകൾ വാരിക്കൂട്ടിയുള്ള താരമാണ്. IPL-ലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി വൈഭവിന്റെ പേരിലാണ്. ദെൻ അതുപോലെ തന്നെ IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവാണ്. IPL-ൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവാണ്. ദെൻ ഈ സീസണിൽ അദ്ദേഹം നേടിയ ഒരു പ്രധാനപ്പെട്ട റെക്കോർഡുണ്ട്. അതായത് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന് പറയുന്ന ഗെയിലിന്റെ റെക്കോർഡ് അദ്ദേഹം മറികടക്കുകയുണ്ടായി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ പന്തുകളുടെ അടിസ്ഥാനത്തിൽ IPL-ൽ 1000 റൺസ് പൂർത്തിയാക്കിയ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് പൂർത്തിയാക്കിയതും ഈ പറയുന്ന വൈഭവ് സൂര്യവംശിയാണ്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തേക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഫൈനലിലെ താരം പറഞ്ഞു, ടൂർണമെന്റിലെ താരം പറഞ്ഞു. ടൂർണമെന്റിലെ താരം വൈഭവ് സൂര്യവംശി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതായത് ഈ ഒരു ടൂർണമെന്റിലെ താരം അല്ലെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെ? വൈഭവ് സൂര്യവംശിയാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ റൺസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വൈഭവ് സൂര്യവംശിയാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാന് നൽകുന്ന പുരസ്കാരം എന്ന് പറയുന്നത് ഓറഞ്ച് ക്യാപ്പാണ്. അപ്പോൾ IPL-ൽ ഓറഞ്ച് ക്യാപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെ? അതും വൈഭവ് സൂര്യവംശി തന്നെ. ദെൻ എമർജിംഗ് പ്ലെയർ അതും വൈഭവ് സൂര്യവംശിയാണ്. ദെൻ അതുപോലെ തന്നെ സൂപ്പർ സ്ട്രൈക്കർ അതും വൈഭവ് സൂര്യവംശിയാണ്. ദെൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് അതും വൈഭവ് സൂര്യവംശിയാണ്. സോ സർവം സൂര്യവംശിമയമാണ് അല്ലെ. ഈ ഒരു സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സൂര്യവംശി തന്നെയാണ്. ദെൻ ഇവിടെ ഫൈനലിലെ താരം പറഞ്ഞു. ഇനി ബൗളിംഗ് റെക്കോർഡിലേക്ക് നമുക്ക് പോവാം. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് അല്ലെങ്കിൽ പർപ്പിൾ ക്യാപ്പ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഗിസോ റബാഡ. ആർക്കാണ്? കഗിസോ റബാഡയ്ക്കാണ്. അപ്പൊ അദ്ദേഹം ഏത് ടീമിന്റെ താരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ വേറൊരു കാര്യമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് കഗിസോ റബാഡ ഓക്കെ ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ ഡോട്ട് ബോൾ. നമുക്കറിയാം 2025 IPL സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം ഇതിന്റെ ഈ ഒരു IPL-ന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. സോ ടാറ്റ ഗ്രൂപ്പും അതുപോലെ തന്നെ BCCIയും ചേർന്ന് നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് ഗ്രീൻ ഡോട്ട് ബോൾ എന്ന് പറയുന്നത്. ഒരു ഡോട്ട് ബോളിന് 500 മരങ്ങൾ നടുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ 2026 IPL സീസണിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ താരം ആരാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ താരം ആരാണ്? അത് മുഹമ്മദ് സിറാജ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന മുഹമ്മദ് സിറാജും അതേപോലെ തന്നെ കഗിസോ റബാഡ ഇവർക്ക് രണ്ടുപേർക്കും തുല്യമാണ്. ഡോട്ട് ബോളിന്റെ എണ്ണം തുല്യമാണ്. പക്ഷെ ഒരു എക്കണോമിയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സിറാജ് ആണ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുക. രണ്ടുപേർക്ക് എണ്ണം തുല്യമാണ്. പക്ഷെ എക്കോണമിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ആരാണ്? മുഹമ്മദ് സിറാജ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ റൺസ് പറഞ്ഞു, ഏറ്റവും കൂടുതൽ വിക്കറ്റ് പറഞ്ഞു. ദെൻ
ബാക്കി റെക്കോർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഈ ടൂർണമെന്റിലെ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഈ IPL മലയാളി സാന്നിധ്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം അല്ലെ. നമ്മൾ എല്ലാ വർഷവും IPL ചർച്ച ചെയ്യുമ്പോൾ ആ IPL കളിച്ച മലയാളികളെ നമ്മൾ പറയാറുണ്ട്. സോ ഈ സീസണിൽ നമുക്ക് ഒരുപാട് പാടൊന്നുമില്ല, ആകെ 3 മലയാളികൾ മാത്രമേ നമുക്കുള്ളൂ. ഒന്ന് നമ്മുടെ സഞ്ജു സാംസൺ ആണ്. ടീം എല്ലാവർക്കും അറിയാം, നിലവിൽ അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ്. മുൻപ് രാജസ്ഥാൻ ആയിരുന്നു, ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ്. 3 വ്യത്യസ്ത ടീമുകൾക്കായിട്ട് IPL സെഞ്ചുറി നേടിയ താരമാണ് ആരെന്ന് പറയുന്നത് സഞ്ജു സാംസൺ അല്ലെ. ഇനി അടുത്തൊരു താരം എന്ന് പറയുന്നത് വിഘ്നേഷ് പുത്തൂരാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ സീസണിൽ അവസരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചു, പക്ഷേ ഈ സീസണിൽ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ ടീമിലായിരുന്നു, പക്ഷേ അവസരം കിട്ടിയില്ല. ദെൻ വിഷ്ണു വിനോദാണ്. ഈ സീസണിൽ അവസരം കിട്ടിയ ഒരു മത്സരത്തിൽ അദ്ദേഹം ഇമ്പാക്ട് പ്ലെയറൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് കിങ്സിന്റെ താരമായിരുന്നു ആരെന്ന് പറയുന്നത് വിഷ്ണു വിനോദ്. സോ അതും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് വൈഭവ് സൂര്യവംശിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ 4 നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സായി സുദർശനാണ് കേട്ടോ. സായി സുദർശനാണ് ഏറ്റവും കൂടുതൽ 4 നേടിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചേക്കാം. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഈ ഒരു IPL നമുക്ക് പറയാനുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ 2026 IPL കഴിയുമ്പോൾ ഇതുവരെയുള്ള IPL റെക്കോർഡുകൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് പോകേണ്ടതുണ്ട്. സോ ഏറ്റവും കൂടുതൽ IPL റൺസ്, IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ, IPL ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ, ഇതൊക്കെ ഇപ്പോഴും ആരുടെ പേരിൽ തന്നെയാണ്? വിരാട് കോഹ്ലിയുടെ പേരിലാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. ദെൻ IPL ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന് പറയുന്ന നേട്ടം ഇപ്പോഴും ക്രിസ് ഗെയിലിന്റെ പേരിൽ തന്നെയാണ്, അതവിടെ ഭദ്രമായിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ IPL ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുസ്വേന്ദ്ര ചഹലാണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇനി അവിടെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് IPL 200 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ താരമായിട്ട് ഭുവനേശ്വർ കുമാർ മാറി. ദെൻ IPL 200 വിക്കറ്റ് നേടുന്ന ആദ്യ വിദേശ താരമായിട്ട് സുനിൽ നരൈൻ മാറി. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതുപോലെ തന്നെ ലോകേഷ് രാഹുൽ ഒരു പ്രധാനപ്പെട്ട റെക്കോർഡ് നേടി. അതായത് ഒരു വ്യക്തിഗത സ്കോർ 150 കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് ആര് മാറി? ലോകേഷ് രാഹുൽ മാറി. അല്ലെങ്കിൽ IPL ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ അത് നിലവിൽ ആരുടെ പേരിലാണ്? ലോകേഷ് രാഹുലിന്റെ പേരിലാണ്. ദെൻ IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന് പറയുന്ന റെക്കോർഡ് കഴിഞ്ഞ സീസൺ വരെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരിലായിരുന്നുവെങ്കിൽ ഇത്തവണ ആരുടെ പേരിലാണ്? വിരാട് കോഹ്ലിയുടെ പേരിലേക്ക് മാറി. സോ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ കൂടി ഈ സീസണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ IPL ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഇനി വരുന്ന സീസണിൽ, ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് 2026 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ഏത് ടീമാണ്? അപ്പോൾ 2026 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? PSG ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ 2026 നടന്ന സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. 2026 സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ അതിലെ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? ഒരു സംശയം വേണ്ട, നമുക്ക് അറിയാവുന്ന പേര് തന്നെയാണ്. സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി സഖ്യമാണ്. ഇനി ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സഖ്യം എന്ത് ചെയ്യുന്നത്? ഈ ഒരു പുരുഷ ഓപ്പൺ, ഈ ഒരു സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടുന്നത് കേട്ടോ. അതുകൂടെ ഓർത്തേക്കണേ. ദെൻ 2026 കേരള പ്രീമിയർ ലീഗ് ജേതാക്കളായത് ആരെന്നാണ്? അത് ഗോകുലം കേരള FC ആണ്. തന്നെ ഇവർ പരാജയപ്പെടുത്തിയത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് FC ആണ്. സോ അതും കൂടെ ഓർത്തേക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് വേറൊന്നുമില്ല, അടുത്തിടെ അന്തരിച്ച മുൻ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അപ്പോൾ എന്താണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അന്തരിച്ച എന്താണ് മുൻ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരെന്നാണ്? TU കുരുവിള. ആരാണ്? TU കുരുവിളയാണ്. അദ്ദേഹം 2006 അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇനി നിങ്ങളെ ഞാൻ അറിവിടം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അറിവിടത്തിനെ പറ്റി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അറിവിടം എന്ന് പറയുമ്പോൾ ടാലന്റിന്റെ SCRT ബേസ് ചെയ്തുള്ള ബുക്കാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങളൊരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. ഏകദേശം 4300 ചോദ്യങ്ങളുണ്ട്. അതിൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 1800 ചോദ്യങ്ങൾ, സോഷ്യലിന്റെ ഭാഗത്ത് നിന്ന് 2300 ചോദ്യങ്ങൾ. ഇതിന് പുറമേ തന്നെ റീസെന്റ് ആയിട്ട് PSCയിൽ ചോദിച്ച SCRT ബേസ് ചെയ്തുള്ള PQs കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്രാക്ടീസ് ബുക്ക് ആയിരിക്കും ഇത്. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഇനി അല്ലെങ്കിൽ veranda.channelgala.com വഴിയൊക്കെ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? അടുത്തിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയെ പറഞ്ഞു. ആരാണ്? നിലനെ ശ്രീജിത്താണ്. ദെൻ K മധു എന്ത് ചെയ്തിരിക്കുന്നു? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഇനിയും രാജിവെക്കലുകൾ പലതും ഉണ്ടാവും. കാരണം ഭരണമാറ്റം കാരണം പലരും രാജിവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം.
ഇനി അതിനുശേഷം പറഞ്ഞത് നമ്മുടെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവമാണ്. 2026 പ്രവേശനോത്സവത്തിന്റെ ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ കാര്യം എന്തായിരുന്നു? നമ്മുടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സുപ്രീം കോടതി ബെഞ്ചിന്റെ ഒരു ഉത്തരവായിരുന്നു. എന്താ ഉത്തരവ്? ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ കേസുകളിൽ വിധി പറയുന്നത് വൈകുന്നത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? പരമാവധി 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? വിധി പറയണം എന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞത് സമാധാൻ ദീദി എന്ന് പറയുന്ന ഒരു വോയിസ് ചാറ്റ് ബോർഡിനെ പറ്റിയാണ്. അതായത് പൊതുജനങ്ങൾക്ക് പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമാധാൻ ദീദിയുടെ ലക്ഷ്യം. ഇനി ഇത് പുറത്തിറക്കിയതാരാ? കേന്ദ്ര ഭരണപരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പും അവർക്കൊപ്പം എന്താണ് ഭാഷണിയും സംയുക്തമായിട്ട് ചേർന്നാണ് ഈ ഒരു ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത്. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു രോഗബാധയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് അടുത്തിടെ ബബേസിയ എന്ന് പറയുന്ന രോഗം എവിടെ റിപ്പോർട്ട് ചെയ്തു? ഗിർ ദേശീയോദ്യാനത്തിൽ റിപ്പോർട്ട് ചെയ്തു. അതായത് ജീവികളിൽ ഈ പറഞ്ഞ രക്തകോശങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബബേസിയ. സോ ഈ രോഗബാധയെ തുടർന്ന് കുറച്ച് സിംഹങ്ങൾ എന്ത് ചെയ്തു? അവിടെ മരിച്ചു. അതിനുശേഷം പറഞ്ഞത് എന്താണ്? ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് AI അടിസ്ഥാനമായി കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷനാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പൊ അതുകൂടി ഓർത്തേക്കണേ. അതിനുശേഷം വീണ്ടും സുപ്രീം കോടതി പുറത്തിറക്കിയ ഒരു മാർഗരേഖയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അല്ലെ. അതായത് ലൈംഗിക ചൂഷണത്തിനായുള്ള മനുഷ്യക്കടത്ത് തടയാനും ഇരകളാക്കപ്പെടുന്നവരുടെ പുനരധിവാസത്തിനും എന്ത് ചെയ്തിരിക്കുന്നു? ഒരു മാർഗരേഖ സുപ്രീം കോടതി പുറത്തിറക്കി. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതല്ല, ഈ മാർഗരേഖ പുറത്തിറക്കിയതല്ല, ഇത് ആര് അല്ലെങ്കിൽ ഏത് സംഘടന സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ഈ മാർഗരേഖ പുറത്തിറക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറയേണ്ടത് എന്താ? പ്രജ്വലയാണ്. ഇനി പ്രജ്വലയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് മനുഷ്യാവകാശ പ്രവർത്തകയാണ് സുനിതാ കൃഷ്ണ. സുനിതാ കൃഷ്ണയ്ക്കാണ് 2026 ഏത് അവാർഡ് കിട്ടിയത്? MP വീരേന്ദ്രകുമാർ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് കിട്ടിയത്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളൊന്ന് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പോവുക കേട്ടോ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണെന്ന് പറഞ്ഞു. അവരുടെ 2ാമത്തെ കിരീടമാണെന്ന് പറഞ്ഞു. അവരുടെ ക്യാപ്റ്റൻ രജത് പടിദാർ ആണെന്ന് പറഞ്ഞു. ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി. ഫൈനലിലെ താരം കോഹ്ലിയാണ്. ടൂർണമെന്റിലെ താരവും കൂടുതൽ റൺസും ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് റബാഡയ്ക്കാണെന്ന് പറഞ്ഞു. അതിനുശേഷം 2026 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് PSG ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യം എന്ത് ചെയ്തിരിക്കുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് വിൻ ചെയ്തിരിക്കുകയാണ്. അതായത് 2026 സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ എന്ത് ചെയ്തിരിക്കുന്നു? പുരുഷ ഡബിൾസിന്റെ കിരീടം നേടിയിരിക്കുന്നു. അതിനുശേഷം 2026 കേരള പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീമിനെ പരിചയപ്പെട്ടു. ഏതാണ്? ഗോകുലം കേരള FC. കാലിക്കറ്റ് FC ആണ് എന്ത് ചെയ്തത്? ഒരു പരാജയപ്പെടുത്തിയത്. അതിനുശേഷം പറഞ്ഞത് ഒരു വിയോഗമായിരുന്നു. ഒരു മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് TU കുരുവിള എന്നാണ്. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 മെയ്യിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ KG സനൽകുമാർ ആണോ, A ഷാജഹാൻ ആണോ, V ഹരിനായർ ആണോ, A കൗശികനാണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രോജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ കർണാടക, തെലങ്കാന, കേരളം, മഹാരാഷ്ട്ര. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, പ്രോജക്ട് സീറോയുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി നടന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് സർക്കാർ നൽകുന്ന പാരിതോഷികം എത്രയാണ്? നമ്മൾ പറഞ്ഞതല്ലേ 5000 രൂപ അല്ലെ. 5000 രൂപയാണ് പാരിതോഷികം. ഇതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, ലോകമാന്യ മധു ദണ്ഡവതി റെയിൽവേ ടെർമിനസ് എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച സാവന്തവാടി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സാവന്തവാടി റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഈ പറയുന്ന മധു ദണ്ഡവതി എന്ന് പറയുന്നത് നമുക്കറിയാം മുൻ കേന്ദ്രമന്ത്രിയാണ് അല്ലെ. റെയിൽവേ വകുപ്പും ധനകാര്യ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്ത മുൻ കേന്ദ്രമന്ത്രിയാണ്. കൊങ്കൺ റെയിൽവേയിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന്റെ പേരിലാണ് സാവന്തവാടി റെയിൽവേ സ്റ്റേഷൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പുനർനാമകരണം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൂടെ ഓർത്തേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും. 2026 ജൂൺ 1-2 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.